മൂന്നാളുകളുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ അത് തള്ളിക്കളയാത്ത പ്രാർത്ഥനയാണ്. ഒന്ന്, ദഅവത്തുൽ വാലിദി, മാതാപിതാക്കളുടെ പ്രാർത്ഥന. നമ്മുടെ എന്തേത് സംരംഭങ്ങളുടെയും അടിത്തറ അവിടെ നിന്നായിരിക്കണം. അവരുടെ പ്രാർത്ഥന കൊണ്ട്, അനുഗ്രഹങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ആശീർവാദങ്ങൾ കൊണ്ട് തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു ഹൈറാണ്. രണ്ട്, വദഅവത്തു സ്വാഇമി, നോമ്പുകാരന്റെ പ്രാർത്ഥന. നമ്മുടെ കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുമ്പോഴൊക്കെ ഇസ്ലാം പഠിപ്പിച്ച സുന്നത്തായ നോമ്പുകളൊക്കെ പാലിക്കുക. ആ നോമ്പുകൾ ഉള്ള സമയത്ത് തന്റെ ഹൈറിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥന അത് റമദാനിന്റെ നോമ്പ് മാത്രമല്ല, നോമ്പ് നോറ്റവന്റെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട്. മൂന്ന്, വദഅവത്തുൽ മുസാഫിർ, ഒരു യാത്രക്കാരൻ തന്റെ യാത്ര കഴിയുന്നത് വരെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന വ്യക്തിയാണ്. യാത്ര തോന്നിവാസങ്ങൾ കണ്ട് ആസ്വദിച്ച് നടക്കാനുള്ളതല്ല. യാത്ര ഹറാമുകൾ കൊണ്ട് നശിപ്പിക്കരുത്. ചാൻസ് ആണ്. ഒരു യാത്ര കിട്ടി എന്ന് പറഞ്ഞാൽ ആ യാത്രയുടെ ഗുണങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഗുണമാണ് അത് കഴിഞ്ഞു വരുന്നത് വരെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഓരോ പ്രാർത്ഥനയും വലിയ ഫലപ്രദമാണ് എന്നതിന്റെ തെളിവുകളാണ് ചരിത്രത്തിൽ അതാ ബിൻ അബി റബാഹ്, മഹാവിജ്ഞാനിയായ മനുഷ്യനായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ പറയാറുണ്ട്, വല്ലതും ചോദിക്കുകയാണെങ്കിൽ അതാഇന്റെ നാട്ടിൽ നിന്നാണോ നിങ്ങൾ എന്നോട് സംശയം ചോദിക്കാൻ വന്നത്? നിങ്ങൾക്ക് അദ്ദേഹം മതിയായവനാണ്. അദ്ദേഹത്തിന്റെ ഉമ്മയുടെ മഹത്തരമായ ത്യാഗമായിരുന്നു അതാ റളിയല്ലാഹുവിന്റെ ജീവിത ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിന്റെ ജീവിതത്തിലെ വളർച്ചയുടെ കാരണം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മാതാവിന്റെ അങ്ങേയറ്റത്തെ ആഗ്രഹം നബിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഏൽപ്പിക്കുകയാണ്, നബിയെ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ എന്റെ മോനെ ഉപയോഗപ്പെടുത്തണം. അവിടുന്ന് നബി തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ അനസിന്റെ സമ്പത്തിലും അനസിന്റെ ജീവിത മാർഗങ്ങളിലും ബർക്കത്ത് കൊടുക്കണേ. മാതാവിന്റെ ആഗ്രഹവും നബിതങ്ങളുടെ പ്രാർത്ഥനയും ഒത്തുവന്നപ്പോ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എത്ര വലുതാണ് എന്ന് വായിച്ചു നോക്കണം നമ്മൾ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മാതാപിതാക്കളുടെ ഗുണങ്ങൾ അനുഭവിച്ചവരാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. വാപ്പ ചെറിയ നാളിൽ ചെറിയ പ്രായത്തിൽ മരിച്ചിട്ട് ഉമ്മയാണ് വലിയ തർബിയത്ത് കൊടുത്ത് മഹാനായ ഇമാം ഷാഫി തങ്ങൾക്ക്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കാഴ്ചശേഷി പോലും വലിയ പ്രയാസമായി നിൽക്കുന്ന ആളായിരുന്നു. ഉമ്മാന്റെ പൊട്ടിക്കരഞ്ഞുള്ള പ്രാർത്ഥന കൊണ്ടാണ് ഇമാം ബുഖാരി എന്ന് ലോകത്തറിയപ്പെടുന്ന മുഹദ്ദിസായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് വാപ്പയുടെ, ഉമ്മയുടെ, മാതാപിതാക്കളുടെ പ്രാർത്ഥന നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅ മൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, അശ്രദ്ധയോടെ ഉത്തരം കിട്ടണമെന്ന ഒരു താല്പര്യമില്ലാത്തവന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ജവാബ് കൊടുക്കൂല.